ഷോ നിരവധിയായ ഇടങ്ങളിൽ ഭരിക്കുന്ന ഭരണത്തിന്റെ തലപ്പത്തുള്ള ബി.ജെ.പി. എന്ന RSS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് ഗവർണർ ഈ സർവകലാശാലകളിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അത് പൂർണ്ണമായും ഗവർണറുടെ അധികാരമാണ്. അതിൽ സമരം ചെയ്യാൻ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എന്ത് അധികാരം എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ചോദ്യം. ഇതിൽ ബി.ജെ.പിയുടെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം അദ്ദേഹം അവസാനിപ്പിച്ചത് ഈ ബാനറുകൾ കെട്ടി ഗവർണറെ അല്ലെങ്കിൽ ചാൻസലറെ ഭയപ്പെടുത്താൻ കഴിയുമെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ, ഈ രാത്രി ഇരുട്ടിക്കൊണ്ടിരിക്കുന്ന സമയം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ SFI ഉയർത്തിയ 3 ബാനറുകളെ ഏതെല്ലാം വിധത്തിലാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഭയപ്പെട്ട് മാനസിക നില തെറ്റി എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്ന നിലയിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എത്തി നിൽക്കുന്ന കാഴ്ച ഈ സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് SFIക്ക് എന്ത് കാര്യം. അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങനെ മാറ്റി നിർത്തേണ്ടുന്ന ആളുകളാണ് RSS എന്ന് നിങ്ങൾ കരുതിയോ എന്നുള്ളതിനെ സംബന്ധിച്ച്. സർ, കേരളത്തിലെ മുഴുവൻ ജനതയും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ആളുകളാണ് RSSന്റെ വിഷം വമിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ശിരസിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കേരളത്തിൻ്റെ മണ്ണിലിടമില്ല എന്ന് പ്രഖ്യാപിച്ചു നിങ്ങളുടെ അവസാനത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുറത്ത് നിർത്തിയതിൻ്റെ അനുഭവം നിങ്ങളുടെ മുൻപിലുണ്ടാകുമല്ലോ. അതാണ് കേരളത്തിൻ്റെ മണ്ണ്. RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെതാണ്, അത് മതവിദ്വേഷത്തിൻ്റെതാണ്, അത് മതവെറിയുടേതാണ് എന്ന് നല്ല ബോധ്യമുള്ള രാഷ്ട്രീയ ധാരണയുള്ള മനുഷ്യരാണ് കേരളത്തിലെ ജനത എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങ് തയ്യാറാകണം. ഇനി അങ്ങ് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി സർവകലാശാലകൾക്കകത്തുള്ള ചാൻസലറുടെ ഇടപെടൽ അത്രയും, ഈ 2 സെനറ്റിലേക്കുള്ള നോമിനേഷനുമായി ബന്ധപ്പെട്ട് ചാൻസലറുടെ ഇടപെടൽ എന്തോ സർവകലാശാലകളെ സംരക്ഷിച്ചു നിർത്താനുള്ളതാണ് എന്ന് ധ്വനിപ്പിക്കുന്ന നിലയിലായിരുന്നു അങ്ങയുടെ വാദം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സെനറ്റിനകത്തേക്ക് എല്ലാ സർവകലാശാലകളുടെയും സെനറ്റിലേക്ക് 2 തരത്തിലാണ് അംഗങ്ങൾ എത്തിച്ചേരുക. ഒന്ന്, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ വിവിധ മണ്ഡലങ്ങളിൽ. നമ്മുടെ കേരളത്തിലെ സർവകലാശാല സെനറ്റുകളുടെ പ്രത്യേകത എന്നുള്ളത് എല്ലാ മണ്ഡലത്തിൽ നിന്നുമുള്ള മനുഷ്യർ ആ സെനറ്റിനകത്തുണ്ടാകും. സമൂഹത്തിൻ്റെ പരിചയമാകും. അതിനകത്ത് വിദ്യാർത്ഥികളുണ്ടാകും, അധ്യാപകരുണ്ടാകും, സ്കൂൾ അധ്യാപകരുണ്ടാകും, ജനപ്രതിനിധികളുണ്ടാകും, തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധികളുണ്ടാകും. അങ്ങനെ വിവിധ മേഖലകൾ, വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളിക്കുന്ന നിലയിലാണ് നമ്മുടെ സെനറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ സെനറ്റിലേക്ക് ഒരു വിഭാഗം ആളുകൾ എത്തുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടത്തി കേരളത്തിന് അഭിമാനത്തോടെ പറയാം, ഇന്നീ നിമിഷം വരെ കേരളത്തെ ഒരു സർവകലാശാലയുടെയും സെനറ്റിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ഒരൊറ്റ RSSകാരനെ അടുപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം തയ്യാറായിട്ടില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ ഒരൊറ്റ RSS പ്രതിനിധിയെ സെനറ്റിലെത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയില്ല. രണ്ടാമത്തെ വിഭാഗം സെനറ്റിലേക്ക് എത്തുക ചാൻസലറുടെ നോമിനേഷനിലൂടെയാണ്. ചാൻസലറെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, മുഴുവൻ അധ്യാപകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സർവകലാശാല മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദ വിവരങ്ങൾ ചാൻസലറെ സംബന്ധിച്ച് അറിയുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തുടർന്നു വരുന്ന കീഴ്വഴക്കം സർവകലാശാലകൾ ആവശ്യപ്പെടും. ഈ ലിസ്റ്റിലേക്ക് ഒന്നിലധികം ആളുകളുടെ നിർദ്ദേശം സർവകലാശാലകൾ നൽകുന്നതിന് വേണ്ടി ഇത്തവണയും സർവകലാശാലകളോട് ചാൻസലർ ആവശ്യപ്പെട്ടു ലിസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി. വൈവിധ്യമാർന്ന പരിശോധനകൾ നടത്തി ഏറ്റവും പ്രഗത്ഭരായ ആളുകളുടെ ലിസ്റ്റ് സർവകലാശാലകൾ ചാൻസലർക്ക് അയച്ചു. എന്നാൽ ആ ലിസ്റ്റുകൾ പൂർണ്ണമായി വെട്ടിമാറ്റുന്നിടത്താണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അത് വെട്ടിമാറ്റി ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ, ഒരു യോഗ്യതകളുമില്ലാത്ത ഒരു പറ്റം RSSകാരെ ഇതിനകത്തേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടി ശ്രമമുണ്ടാകുന്നു. അതാണെന്ന് കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ പറയുന്ന യോഗ്യത? എന്തെങ്കിലും അക്കാദമിക് മെറിറ്റ് ആണോ? ഇപ്പോൾ 4 വിദ്യാർത്ഥികളുടെ നോമിനേഷൻ നിലവിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായി. എന്താ കാരണം? സർവകലാശാല നിർദ്ദേശിച്ച വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ 1ാം റാങ്കോടുകൂടി സർവകലാശാലകളുടെ പരീക്ഷകളെ നേരിട്ട് വിജയിച്ച 1ാം റാങ്ക് നേടിയ റാങ്ക് ജേതാക്കളാകുന്നു. സർവകലാശാല നിർദ്ദേശിച്ചത് കലാപ്രതിഭകളും കായിക രംഗത്തെ നിരവധിയായ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലെ മെഡൽ ജേതാക്കളുമാകുമ്പോൾ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹം
പകരം നോമിനേറ്റ് ചെയ്യുന്നത് പരീക്ഷ എഴുതി റിസൾട്ട് പോലും വന്ന റിസൾട്ടിൽ ബി ഗ്രേഡും സി ഗ്രേഡുമുള്ള സർവകലാശാല കലോത്സവം നടക്കുമ്പോൾ ആ കലോത്സവ ഗ്രൗണ്ടിലൂടെ വെറുതെ ഒന്ന് നടന്നു എന്നുള്ളത് മാത്രം യോഗ്യതയായിട്ടുള്ള ഒരു പറ്റം ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റുമാർ, ഒരു പറ്റം RSS നേതാക്കന്മാർ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഒരു നോമിനേഷൻ നടന്നു. മുൻകാലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു SFI നേതാവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി RSS ക്രിമിനലുകൾ കടന്നു വന്ന് അദ്ദേഹത്തെ കിട്ടാത്തതിനു പകരം അദ്ദേഹത്തിന്റെ പിതാവ് നാരായണൻ നായരെ ഭാര്യയുടെ മുന്നിലിട്ട് അതിക്രൂരമാമിതം വെട്ടിക്കൊലപ്പെടുത്തി. ആ കൊലപാതകി ഇന്ന് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ജയിലിൽ കഴിയുക. ആ കൊലപാതകയുടെ ഭാര്യ ചാൻസലറുടെ പ്രതിനിധിയായി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു സംഘം RSS ക്രിമിനലുകളെ കൊണ്ടിരുത്താനുള്ളതല്ല സർവകലാശാലകളുടെ ഭരണസമിതികൾ എന്ന രാഷ്ട്രീയ ധാരണയുടെ പുറത്താണ് SFI സമരം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുക, ആരാ SFIക്ക് സമരം ചെയ്യാൻ അധികാരം കൊടുത്തത്? സമരം ചെയ്യാൻ SFI ആരാണ് എന്നുള്ളത്. SFIയുടെ സമരചരിത്രത്തെക്കുറിച്ച് ബഹുമാന്യനായ സഹപാനലിസ്റ്റിന് ധാരണയില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സർവകലാശാലകളെ ഈ വിധത്തിൽ തകർക്കാൻ, കാവ്യവൽക്കരിക്കാൻ, സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് ഉയർത്തിക്കൊണ്ട് നിരന്തരം സമരസപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുടെ സംഘടനയായ SFI ഞങ്ങൾ സമരം ചെയ്യും അവസാന നിമിഷം വരെ. അദ്ദേഹം ചോദിക്കുന്നു, ഇതിനോടൊപ്പം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാരുണ്ടല്ലോ, അതിനെതിരെ എന്തേ SFIക്ക് പ്രതിഷേധമില്ലാത്തതെന്ന് ഞങ്ങൾ ഈ സമരത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും സൂചിപ്പിച്ചു. എങ്ങനെ ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞു, SFI പറഞ്ഞ അതേ അഭിപ്രായം RSSന്റെ കേന്ദ്രത്തിൽ നിന്നും BJPയുടെ ഓഫീസിൽ നിന്നുമാണ് ആരിഫ് ഖാന്റെ ചാൻസലറുടെ ടേബിളിലേക്ക് ഈ സെനറ്റ് അംഗങ്ങളുടെ ലിസ്റ്റ് എത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ നാട്ടിലെ കോൺഗ്രസിനോടും ലീഗിനോടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ BJP ഓഫീസിൽ നിന്ന് പോയ ലിസ്റ്റിനകത്ത് എങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയിൽ 7 UDF അംഗങ്ങൾ ഉൾപ്പെട്ടു, കേരള സർവകലാശാലയിൽ 2 കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെട്ടു? അത് നിങ്ങളുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ഈ നിലയിൽ ഒന്നുകിൽ അത് നിങ്ങൾ RSSന്റെ കാര്യാലയത്തിൽ BJPയുടെ ഓഫീസിൽ ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ലിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവോടുകൂടി അല്ലായിരിക്കാം സംഭവിച്ചത്. അങ്ങനെ നിങ്ങളുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ഈ കാവ്യവൽക്കരണ നയത്തിനെതിരെ നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ ഈ നാട്ടിലെ UDF സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ഈ കാവ്യവൽക്കരണ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വെക്കപ്പെട്ട സെനറ്റ് ലിസ്റ്റിൽ തങ്ങളുടെ അംഗങ്ങളുണ്ടെങ്കിൽ, തങ്ങളുടെ നേതാക്കളുണ്ടെങ്കിൽ ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സെനറ്റ് അംഗത്വം രാജിവെച്ചുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ പാതയിലേക്ക്, സമരഭൂമികയിൽ ഈ നാട്ടിലെ UDF ഇറങ്ങി വരാൻ വേണ്ടി തയ്യാറാകണം. ഒരു കാര്യം കൂടി, ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയ ഒരു പ്രസ് റിലീസിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്, SFIയുടെ സമരമൊക്കെയും നടക്കുന്നത്, മുഖ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ബാനർ അഴിപ്പിക്കുന്നുണ്ട് ഗവർണർ. നാളെ സർവകലാശാലയിൽ പ്രതിഷേധം തുടരുമെന്ന് SFI മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏത് നിലയിലാണ് ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും, കേരളത്തിൽ RSSനെതിരെ രാഷ്ട്രീയ നിലപാടുള്ള മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കും എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ SFIയെ സംബന്ധിച്ച് SFI തീരുമാനമെടുത്തിട്ടുള്ള സമരമാണ്. SFIയെ സംബന്ധിച്ച് ഞങ്ങളൊരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. ഞങ്ങൾക്കകത്ത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുണ്ടാകും. എന്നാൽ ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനയാണ്. ഞങ്ങളുടെ സംഘടനാ സംവിധാനം നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമരമാണിത്. ആ സമരം ഞങ്ങൾ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമരത്തിനകത്ത് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഈ സമരം RSSന് എതിരായിട്ടുള്ള സമരമാണ്. ഇത് നമ്മുടെ സർവകലാശാലകളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ സമരത്തിനകത്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. മുഖ്യമന്ത്രി മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ആയിട്ടുള്ള ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ മതനിരപേക്ഷതയുടെ ചേരിയിലാണെങ്കിൽ ഞങ്ങളുടെ സമരത്തോടൊപ്പം അണിനിരക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സമരം തുടരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.